ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 9 ആണ്. മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി. എന്താണ്? എൻ്റെ മകൻ ഒരു ഭിക്ഷക്കാരനാകരുത്. അതാണ് എന്ത് ഒരു വേർഡിന്റെ ഈ ടോപ്പിക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? എൻ്റെ മകൻ ഒരിക്കലും ഒരു ഭിക്ഷക്കാരനാകരുത്. അതിനു വേണ്ടിയിട്ട് ഒരു അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോ വേദ മെഹ്തയാണ് ഈ ഒരു സ്റ്റോറി ചെയ്തത്. അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിയുടെ ഒരു ആത്മകഥയാണിത്. അപ്പോ എന്താണ്? മൈ സൺ വിൽ നോട്ട് ബി ബെഗർ. അപ്പോ ഒരു എന്താണ് ആ കഥയിൽ പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു കാഴ്ചശക്തി നഷ്ടപ്പെടുവാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ജീവിതത്തെ കുറിച്ചിട്ടാണ് വേദ മെഹ്ത പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1 നോക്കാം. ഇൻ ഇന്ത്യ ആസ് elsewhere, every girl or boy has a fond and warm memories of his childhood. From the day he begins to talk to his mother and father, invariably a child learns and recognizes the face of his mother, father or sister, brothers who play with him, or servant who prepare his meals, or watch him play in a nursery full of toys. He must also remember the rich colors of butterflies and birds, which children everywhere always love to watch. But when I was 3.5, all these memories were expunged, and with the prolonged sickness, I started living in a world of four senses, that is, world in which colors and face, light, darkness are unknown. അപ്പൊ എന്താണ്? നമ്മൾ ഇന്ത്യയിലെ ഓരോ കുട്ടികളും, ഗേളായാലും ബോയ് ആയാലും ജനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മെമ്മറീസ് അവർക്ക് എന്താണ് ചെറുപ്പത്തിൽ ഉണ്ടായിരിക്കും അല്ലെ. അവരവരുടെ അച്ഛനും അമ്മയായിട്ട് സംസാരിച്ചത്, അതുപോലെ തന്നെ ഒരുപാട് ഫേസസ് അവരുടെ മദറിന്റെ, ഫാദറിന്റെ, സിസ്റ്ററിന്റെ ആയാലും ബ്രദേഴ്സ് അവരുടെ കൂടെ കളിച്ചത്, അതുപോലെ സെർവന്റ് അവർക്ക് വേണ്ടി മീൽസ്, അതൊരു ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തത്, അവരുടെ കൂടെ കളിച്ചത്, അതുപോലെ ടോയ്സ്, ഇതെല്ലാം നല്ല രീതിയിൽ ഓർത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബട്ടർഫ്ലൈസിന്റെ കളർ, ബേർഡ്സിന്റെ കളർ, അതൊക്കെ കാണാനായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. പക്ഷേ വേദ് മെഹ്തയെ സംബന്ധിച്ചിടത്തോളം 3.5 വയസ്സിലാണ് അവർക്ക് ഈ മെമ്മറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ വയസ്സിൽ അവർക്ക് മെനിങ്ങിറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം ബാധിക്കുകയാണ്. അത് മസ്തിഷ്ക രോഗമാണ് മെനിങ്ങിറ്റിസ് എന്ന് പറയുന്നത്. സോ ആ ഒരു രോഗം ബാധിച്ചിട്ട് അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടാണ്. ആ ഒരു സന്ദർഭത്തിൽ വേൾഡ് എന്ന് പറയുന്നത്, ലോകം എന്ന് പറയുന്നത്, കളറ്, ഫേസ്, ലൈറ്റ്, ഡാർക്ക്നെസ്, ഇതൊക്കെ എന്താണ് അൺനോൺ ആയിരുന്നു ആ ഒരു വ്യക്തിക്ക് എന്നാണ് പറയുന്നത്. ഇഫ് മൈ ഏജ് ആൻഡ് ദ സിക്നസ് deprived me of the treasured memories of sight, they also reduced things which are valued so much in the sighted world to nothing more than mere words empty of meaning. I started living in an universe where it was not a flood of sunshine streaming through the nursery windows or colors of rainbow, sunset or full moon that mattered, but the feel of sun against the skin, slow drizzling sound of spattering rain, the feel of air just before coming of quiet night, the smell of grass on warm morning. It was a universe where the first, but only a first, I made my way fumbling and faltering. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് 3-ാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. താൻ വളരെ സന്തോഷവാനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തനിക്കതിൽ വിഷമമില്ല എന്നും പറയുന്നുണ്ട്. കാരണം അത്രയും ഇളം പ്രായത്തിൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്ന, നിറം പറഞ്ഞ് തിരിച്ചറിയാൻ ഒരിക്കലും ഒരാൾക്ക് സാധിക്കില്ല എന്ന് പറയുന്നു അല്ലെ. ആ ഒരു പ്രായത്തിൽ കാഴ്ച ലഭിച്ചത് കൊണ്ടോ ഇല്ലാതിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ കാഴ്ചയില്ലാതിന്റെ വിഷമം വളരെ വലുതായിട്ട് പറയുന്നുണ്ട്. താൻ ജീവിച്ചിരുന്നത് ഇരുട്ട് മാത്രം നിറഞ്ഞൊരു ജീവിതമാണെന്നും അതിൽ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരം. കാരണം നമുക്ക് എല്ലാം കണ്ട് കാഴ്ചയില്ല എന്ന് പറയുന്നത് ഏറ്റവും വിഷമകര ഒരു കാര്യമാണ്. അപ്പൊ തനിക്ക് പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോഴും മറ്റു ഇന്ദ്രിയയുടെ സഹായത്തോടെ താൻ ജീവിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, തനിക്ക് കേൾക്കാനും ചിന്തിക്കാനും രുചിക്കാനും സുഗന്ധം അറിയാനൊക്കെ സാധിക്കും. എന്നാലും കാഴ്ചയില്ലായ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, then section 2 പറയുന്നത്, it was good that I lost my sight when I did, because having no memories of seeing, there was nothing to look back to, nothing to miss. I went blind in November 1937. At that time, we were living in Gujarat, in province of Punjab in northern India. After my sickness, we moved to Lahore, a few miles away, but the number of relatives who came to sympathize made my father ask for another transfer, this time to Karnal, where we had neither friends nor relatives. There we got a cottage on the canal bank, built in very peaceful and quiet surrounding. അപ്പൊ എന്താണ്, ആ ഒരു പ്രായത്തില് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് നന്നായി. കാരണം അപ്പോൾ ശക്തി കാണാൻ പറ്റുമെങ്കിലും വേറെ ഗുണമൊന്നുമില്ല എന്നാണ് വേദ് പറയുന്നത്. then എന്താണ്, നവംബറിൽ 1937 അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, അവർ ഗുജറാത്തിലായിരുന്നു താമസിച്ചിരുന്നത്, ഒരു പഞ്ചാബ്
നോർത്തേൺ ഇന്ത്യയിൽ. ദെൻ അവരുടെ സിക്നെസ്സിന് ശേഷം എന്ത് ചെയ്തു, അസുഖം അതായത് കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിന് ശേഷം ലാഹോറിലേക്ക് അവർ മാറി. ഫ്യൂ മന്ത്സ് അവേ. ദെൻ ഒരുപാട് റിലേറ്റീവ്സ് വന്നിട്ട് അവരുടെ സിമ്പതി ഫാദറിനോടൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം വീണ്ടും ട്രാൻസ്ഫറിനെ അപേക്ഷിച്ച് കർണാലിലേക്ക് പോയി. അവിടെ ഒരു ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. As might be expected, in the beginning it was tough for all of us, for father, mother, for 3 sisters and my brother, for me too. The illness had left me weak. The servant avoided me as I thought I went a will I personified. Then my sister treated me with care as though I were a fragile doll, and mother wept. My father, who was a doctor in the public health service, was grateful that I had got prompt and good medical treatment, for delay would have affected my mind or endangered my life, but he, like the rest, had no hope. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു കാഴ്ചയില്ലായ്മ എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല, അവർ മാറി, അവരുടെ റിലേറ്റീവ്സ് ആരും ഇല്ലാണ്ടായി. ഇപ്പോൾ അവർക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ പുതിയ സ്ഥലം എന്ന് പറയുന്നത് ഒരിക്കലും പെട്ടെന്ന് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. അപ്പോൾ അവരുടെ 3 സിസ്റ്റേഴ്സിനായാലും ബ്രദറിനായാലും അച്ഛനും അമ്മയ്ക്കൊക്കെ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് സമയം എടുത്തു അതൊക്കെ മാറാൻ. സെർവൻ്റ് എന്താണ് തന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു, കാരണം കാഴ്ചശക്തി പോയപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവോയ്ഡ് ചെയ്തു. സിസ്റ്റർ ആണെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്തു. അമ്മ അതുപോലെ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ പിന്നെ പറയുന്നത് എന്താണ്, ഒരു അച്ഛൻ എന്തായിരുന്നു, ഡോക്ടർ ആയിരുന്നു. അപ്പൊ പിതാവിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചികിത്സാ പരീക്ഷണമൊക്കെ നടത്തി. അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടാനായിട്ട് സഹായിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കാഴ്ചയില്ലാത്തത് ഒരു ശാപമായിട്ടാണ് ഉത്തരേന്ത്യയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ a stage of complete inaction therefore followed my blindness. In part this was due to immediate shock of illness, but more important still, the difficult situation was caused by ignorance of potentialities of blind child, since only blind person my parents saw were beggars. അപ്പോൾ എന്താണ് കാഴ്ചയില്ലാത്ത ആൾക്കാർ യാചകർ അല്ലെങ്കിൽ ഭിക്ഷാടകനായി മാറും എന്നായിരുന്നു അവിടുത്തെ വിശ്വാസമായിരുന്നു. അപ്പോൾ ഉത്തരേന്ത്യയിലെ വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ തൻ്റെ പാരന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു പാരന്റും എന്ത് ആഗ്രഹിക്കുന്നില്ല, നമ്മൾ അവരുടെ മക്കൾ എന്തായിരിക്കും യാചകരായിട്ട് തീരാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ഉത്തരേന്ത്യയിലാണെങ്കിൽ കാഴ്ചയില്ലാത്തവരൊക്കെ യാചകരായിട്ട് മാറണമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ്, but now by fate or by the will of God, blindness had struck not only a child of well-do, but that on excellently trained doctor who found his training in his instance useless. Then still his wide medical experience had prepared him for an acceptance of this tragedy, and understood that any course of action must begin with the realization that would blind over the rest of my life. അപ്പോൾ എന്താണ്, ഒരു ഭിക്ഷാടകനായിട്ട് പരിഗണിക്കാനായിട്ട് അദ്ദേഹത്തിന് തൻ്റെ മകനു വേണ്ടി അതിനായിട്ട് പരിഗണിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ അതിനുവേണ്ടി എന്ത് പ്രതിസന്ധികളും തരണം ചെയ്യാനായിരുന്നു അച്ഛൻ തയ്യാറായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പല പരീക്ഷയും നടത്തി എല്ലാം ഫെയിലായെങ്കിലും എന്താണ്, ആ മകനു വേണ്ടി എന്തും ചെയ്യാനായിട്ട് അച്ഛൻ റെഡിയായിരുന്നു. Okay, the next section 3 my mother on the other hand could not convince herself that might would never return. He did not have the medical experience of my father. She blamed something in her past for the tragedy. അപ്പോൾ എന്താണ്, മദറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടില്ല എന്നുള്ളത് അമ്മയ്ക്ക് അത് വിശ്വസിക്കാനായിട്ട് എന്താണ് പറ്റില്ലായിരുന്നു. തിരിച്ചു കിട്ടും എന്ന് തന്നെയായിരുന്നു വിചാരിച്ചത്. അപ്പോൾ in my family, Pandit, upon whose advice mother had relied almost from her childhood, was called in and consulted. He knows more about religion and science, mother said with pride, than any other Pandit in our own province. I was taken before him, and for a long time I sat in my mother's lap while he was lost in thought. After a while he took my hand and examined the line. Then he looked at mother's and he studied forehead, mumbling steadily. He said found himself inadequate and more Pandit would have consulted. At this request they were questioned as to what atonement could be made. They all agreed that the doing penance for his sins, my mother could improve my chance of regaining sight. അപ്പോൾ എന്താണ്, അമ്മയ്ക്ക് എന്താണ് മോന് കാഴ്ച കിട്ടില്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് മകന്റെ കാഴ്ച കിട്ടാൻ വേണ്ടി അമ്മ യാഗവും ഹോമങ്ങളൊക്കെ ചെയ്തു. അപ്പൊ പിതാവിന് എന്താണ് അതിനോടൊരു യോജിപ്പ് ഉണ്ടായില്ല. എങ്കിലും അവന്റെ കാഴ്ച തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല. പക്ഷെ അതിനൊന്നും അവന്റെ കാഴ്ച തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പൊ പിതാവ് തനിക്ക് അറിയാവുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചു എന്നൊക്കെയാണ് അതിലിനി പറയാൻ പോകുന്നത്. അപ്പോൾ they prescribed a method ranging from intensive prayers to strenuous physical exertion, and if they agreed to perform part unnecessary religious ceremony. അല്ലെ, അപ്പൊ എന്താണ് ഇപ്പൊ പറഞ്ഞു, ആ ഒരു കാഴ്ചശക്തി കിട്ടാനായിട്ട് ഒരുപാട് ആ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. പക്ഷെ അതിനൊന്നും വേദന്റെ കാഴ്ചശക്തി തിരിച്ചിടാനായിട്ട് പറ്റില്ല.
അപ്പോൾ along with this religious council there were a series of visits to Hawkins. These quacks prescribed all type of concocted drops to put in my eyes. The surmas which were administered at all hours of day night to burn and stun my eyes. Only soothing part of miserable ordeal were loving carriers of mother afterwards. അപ്പോൾ എന്താണ്, one night when my mother was administered this eye drop, I was protesting with loud cries. My father unexpectedly returned. He asked and told him why I was crying. He is very angry. അപ്പോൾ എന്താണ്, എന്നിട്ട് സുറുമയൊക്കെ കണ്ണിൽ ഇട്ട് തുടങ്ങി. അപ്പോൾ എന്താണ്, കാഴ്ചശക്തിക്ക് വേണ്ടി രാത്രി ഓൾ അവേഴ്സ് ഡേയിലും രാത്രിയിലും ഒക്കെ എന്ത് ചെയ്തു, അത് ഇട്ട് തുടങ്ങി. അപ്പോൾ ഒരു ദിവസം അമ്മ അത് വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ വേദ് കരഞ്ഞു. അപ്പോൾ അത് അച്ഛൻ കേട്ടിട്ട് വന്നിട്ട് ദേഷ്യത്തോട് ചോദിച്ചു അവൻ എന്തിനാണ് കരയുന്നതെന്ന്. ഹി ഫോർബേഡ് ഹെർ ടു മേക്ക് എനി മോർ വിസിറ്റ് ടു ദ ഹക്കീംസ് ആൻഡ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ദ പർച്ചേസ് ഓഫ് എനി മോർ സുർമാസ്. അപ്പോൾ എന്താണ്, ഈ ഹക്കീംസ് വിസിറ്റ് ചെയ്യുന്നതിനെ അവർ എതിർത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഫിസിഷ്യനെയാണ് കേട്ടോ ഹക്കീംസ് എന്ന് പറയുന്നത് ഗ്രീക്കിൽ. അപ്പോൾ ആ ഫിസിഷ്യൻസ് വരുന്നതിനെ എതിർത്തിട്ട് ഇനി ഒരിക്കലും ആ സുർമാസ് ഒന്നും പർച്ചേസ് ചെയ്യരുതെന്ന് വീട്ടിൽ എതിർക്കാണ് ചെയ്യുന്നത്. ദെൻ ദ ജെന്റ്ലി ലിഫ്റ്റഡ് മീ ഫ്രം ഹെർ ആംസ് ആൻഡ് ടുക്ക് മീ അവേ വിത്ത് സ്റ്റഡി ഹാൻഡ്സ്. ഹി ബാത്ത് മൈ സ്ട്രിങ് ഐസ് ആഫ്റ്റർ ഹിസ് ഇൻസിഡന്റ് ഈവൻ ദോ വി സ്റ്റോപ്ഡ് ഗോയിങ് ടു ഹക്കീംസ് നൗ. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് സുർമാസ് കണ്ടിന്യൂ ടിൽ ഐ വാസ് 11. ബട്ട് ദെൻ വെരി മൈൽഡ് മൈ മദർ ഓൾവേസ് ഒബ്റ്റൈൻഡ് മൈ കൺസെന്റ് ഇൻ അഡ്വാൻസ്. അപ്പോൾ എന്താണ്, അതിന്റെ ഫാദർ കയ്യിലെടുത്തിട്ട് ദൂരെ കൊണ്ടുപോയിട്ട് ആ കണ്ണ് കഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ഇൻസിഡന്റിന് ശേഷം ഫിസിഷ്യനെ കാണാൻ പോയിട്ടില്ല. പക്ഷെ സുറുമ എന്ത് ചെയ്തു, ഒരു 11 വയസ്സ് വരെയൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സെക്ഷൻ 4 പറയുന്നത്, I remember other little test my mother put me thought. One day she perceived that just before I arrived at the closet door, I would stop and reach for the handle to open it. She began letting me to go about the house myself, and she discovered that I seldom run into things. She credited the Hawkins and stringing drops, but every evening she hold her hands up and before my face and asked me to tell her where it was. She used to shake her hand before me. അപ്പോൾ എന്താണ്, അമ്മയും അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചു അല്ലേ. വാതിലിന്റെ അടുത്ത് വന്നിട്ട് തന്നെ ഇറങ്ങി പോട്ടെ എന്ന് ചിന്തിച്ചു. അതായത് തന്നെ വാതിലിന് പുറത്തോട്ടൊക്കെ പോയി ശീലിക്കാനായിട്ടും അതുപോലെ തന്നെ ഹാൻഡ് കൊടുത്തിട്ട് അമ്മ എന്ത് ചെയ്യും, എവിടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് അറിയാൻ ഹാൻഡൊക്കെ ഷെയ്ക്ക് ചെയ്തിട്ടൊക്കെ എവിടെയാണെന്ന് അറിയാനൊക്കെ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ അമ്മ നടത്തി. എന്നിട്ട് ഫിസിഷ്യന് ഒരുപാട് താങ്ക്സ് പറഞ്ഞു. ദെൻ എന്നിട്ടും എന്താണ്, അമ്മ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഷീ വാണ്ടഡ് അൺഹാപ്പി അഗൈൻ ബട്ട് she wanted me to tell her whether the light was on or off. Failed the test അല്ലെ. അപ്പൊ എന്താണ്, ലൈറ്റ് ഓൺ ആണോ ഓഫ് ആണെന്ന് ചോദിച്ചു. അപ്പൊ എന്താണ്, അറിയില്ലല്ലോ, ഇരുട്ടും എപ്പോഴും ഇരുട്ടായതുകൊണ്ട് അത് മനസ്സിലാത്തത് കൊണ്ട് അതിൽ ഫെയിലായി. അപ്പൊ അമ്മയ്ക്ക് അത് ഭയങ്കര സങ്കടമായി എന്നാണ് പറയുന്നത്. then although in many cases there was a obstacle that seemed unsurmountable, father was determined to try everything. He read all the available literature on the blindness. He learned that almost all India blind people had turned to begging for their livelihood. അപ്പോൾ എന്താണ്, എന്നിട്ട് ഇനി ലാസ്റ്റ് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് അച്ഛൻ എന്ത് ചെയ്തു, ഒരുപാട് ബുക്കുകളൊക്കെ വായിച്ചു. ആ ബുക്കിലൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, ഭിക്ഷാടനത്തിനാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്, അവർ തുടർ വിദ്യാഭ്യാസത്തിനൊന്നും ശ്രമിക്കാറില്ല എന്ന് മനസ്സിലാക്കി. അതിനുശേഷം അച്ഛൻ എന്ത് ചെയ്തു, അപ്പോൾ അച്ഛന് മനസ്സിലായി എൻ്റെ മകനും അങ്ങനെ ആവരുത് എന്നുള്ളത് കൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു, ഒരു തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഫോർ ബ്ലൈൻഡിന് വേണ്ടി എഡ്യൂക്കേഷൻ ഫെസിലിറ്റി പേഴ്സണൽസ് ഒക്കെ ഉണ്ടായിരിക്കും, അത് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഫാദർ എന്ത് ചെയ്തു, he realized as well I would have difficulty playing with the normal children, that my mother would always be afraid to leave the immediate premises. അപ്പോൾ അച്ഛന് മനസ്സിലായി എനിക്ക് സാധാരണ കുട്ടികളുടെ കൂടെ കളിക്കാനൊന്നും പറ്റില്ല എന്ന്. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് അച്ഛൻ എന്ത് ചെയ്തു, ഡോക്ടർ R.M. ഹാൽഡർ, പ്രിൻസിപ്പൽ ഓഫ് ഡാഡർ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ഇൻ ദ ബോംബെ. My father wrote to him asking for advice, showed unusual interest in my case and promised to take special care and personal responsibility for me if I went to this school. എന്നിട്ട് എന്ത് ചെയ്തു, ഡാഡർ സ്കൂൾ, അതായത് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള, ചൈൽഡിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളാണ് ബോംബെയിലെ. അവിടുത്തെ ആൾക്കാണ്, പ്രിൻസിപ്പളാണ് ഹാൾഡർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു കത്തെഴുതി അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു സ്പെഷ്യൽ കെയർ വേണം ഇവരെ അവിടെ എന്താണ് പഠിപ്പിക്കാൻ വിടുന്നെങ്കിൽ അവനൊരു സ്പെഷ്യൽ കെയർ കൊടുക്കണം എന്ന് പറഞ്ഞ്. when my mother learned of my father's decision to send me to the Dada school, she was appalled and she could not understand the reason for sending me
900 miles away from the home to attend school with the orphans and children's poorest class. Yes, the place her faith in my father's superior judgment and in her quiet way she agreed. എന്നിട്ട് എന്താണ് അമ്മയ്ക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല മോന് ദൂരെ പഠിക്കാതെ എത്ര 900 മൈൽസിൽ ദൂരെയായിരുന്നു എന്ത് അത് പാവപ്പെട്ട കുട്ടികളുടെ അല്ലെങ്കിൽ ഓർഫൻസ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നതായിരുന്നു അവിടെ കൂടുതൽ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എൻ്റെ മോനെ വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കത്തില് എൻ്റെ മോന് നല്ല രീതിയിൽ സുരക്ഷിതത്വം പരിചരണം നൽകണമെന്ന് അധ്യാപനോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഥയിൽ എന്താണ് പറയുന്നത്, ഒരു പിതാവിന്റെ ശക്തമായ പ്രവർത്തനമാണ് അതിൽ പറയുന്നത്. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ആ മകന് ഭിക്ഷാടനത്തിന് ഇറക്കാനായിട്ട് പിതാവിന് താല്പര്യമില്ലായിരുന്നു. അതിന് അവന്റെ ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് എന്ത് അച്ഛൻ അവനെ ഒരു ഡാർ സ്കൂളിലേക്ക് വിടാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ജീവിതത്തിൽ മറ്റെന്തെങ്കിലുമായി തീരുമായിരുന്ന മകൻ ഉത്തമനായ ഒരു മനുഷ്യനായിട്ടാണ് എന്ത് തീർന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ വേദ് മെഹ്തയാണ് എന്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മകഥ ജീവിതത്തിൽ സംഭവിച്ചത്. അച്ഛന്റെ ആ ഒരു ഉചിതമായ തീരുമാനം കൊണ്ടാണ് എന്ത് ഞാനൊരു നല്ലൊരു മനുഷ്യനായിട്ട് തീർന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിലൂടെ ആത്മകഥയാണ് എന്ത് നമുക്ക് ഈ ഒരു പാസേജിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.